പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഒരു ചെറിയ ചിന്ത പോലും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? സ്ട്രോക്ക് വന്ന് നഷ്ടപ്പെട്ട സംസാരം എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സ്ട്രോക്ക് അല്ലെങ്കിൽ സാരമായിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറി, ഇതിനൊക്കെ ശേഷം മിക്കവർക്കും വരുന്ന ഒരു കണ്ടീഷനാണ് അഫേസിയ. ഈ കണ്ടീഷൻ ഒരാളുടെ സ്പീക്കിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, റീഡിങ്, റൈറ്റിംഗ് ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്തേക്കാം. അഫേസിയ പലതരത്തിലുണ്ട്. ബട്ട് ഹിയർ ഇസ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ദെയർ ഇൻ്റലിജൻസ് ഈസ് നോട്ട് ഗോൺ. അവർക്ക് എന്താണ് പറയേണ്ടതെന്നറിയാം, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനാണ് പറ്റാത്തത്. സോ ഈ ഒരു കണ്ടീഷൻ ഉള്ളവരുടെ കൂടെ നിന്ന് പരിചരിക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സസൈസിനോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ കണ്ടീഷനുള്ളവർ ഫ്രസ്ട്രേറ്റഡ് ആവാം, അമിത ദേഷ്യം കാണിക്കാം, നമ്മളിൽ നിന്നൊക്കെ ഒരു അകൽച്ച കാണിക്കാം. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റും എഫക്റ്റീവുമായിട്ടുള്ള തെറപ്പി എന്ന് പറയുന്നത് കൂടെയുള്ളവരുടെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെ ക്ഷമയാണ്. ഇനി നമുക്ക് ഇങ്ങനെയുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഗോൾഡൻ റൂൾസ് നോക്കിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ ബട്ട് പവർഫുൾ സ്ട്രാറ്റജീസ് ദാറ്റ് യു ഷുഡ് ഫോളോ ഡെയിലി. അതിലൊന്നാണ് സ്പീക്ക് സ്ലോലി ആൻഡ് ക്ലിയർലി. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കരുത്. ഷോർട്ടായിട്ടും സിമ്പിളായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുക. സ്ട്രോക്ക് കഴിഞ്ഞിരിക്കുന്ന ഒരാളുടെ ബ്രെയിന് ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുന്നത് കുറച്ച് പതിയാണ്. സോ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് സംസാരിച്ചാൽ അവർക്ക് ആ കാര്യം പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ വരികയും അതിൽ പ്രശ്നം ഉണ്ടാവുകയും അവരുടെ ദേഷ്യം കൂടുകയും ചെയ്യും. ഇനി മറ്റൊന്നാണ് ഗീവ് ദം ടൈം ടു റെസ്പോണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും അതിൻ്റെ ഇടയ്ക്ക് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. പെട്ടെന്ന് തന്നെ അവർ ഉത്തരം പറയണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. സമയം കൊടുത്ത് അവരവരുടെ കറക്റ്റ് വേർഡ്സ് ഫൈൻഡ് ചെയ്ത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. ബിക്കോസ് ദർ ബ്രെയിൻ നീഡ്സ് എക്സ്ട്രാ ടൈം ടു ഫൈൻഡ് വേർഡ്സ്. പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് സംസാരിച്ച് പോകാതെ ജസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത് അവരുടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സസൈസുകൾ കാണാം. സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറിക്ക് ശേഷം പേരുകൾ പറയാൻ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള എവരിഡേ ഒബ്ജക്ട്സ് കാണിക്കുക. സ്പൂണ്, ബുക്ക്, ഫോണ് എന്നിവ പോലുള്ളവ. ഇതിൻ്റെയൊക്കെ പേര് പറയാൻ അവർ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ക്യൂസ് കൊടുക്കുക അല്ലെങ്കിൽ ഹിൻഡ് കൊടുക്കുക. അത് ചിലപ്പം ആ വേർഡിൻ്റെ ഫസ്റ്റ് സൗണ്ട് ആവാം, ആ ഒരു വസ്തുവിൻ്റെ ഫീച്ചർ ആവാം, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ കളർ എന്താണ്, ഷേപ്പ് എന്താണ്, എവിടെയാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ആ വേർഡിൽ എത്ര സൗണ്ട്സ് ഉണ്ട്, ആദ്യത്തെ സൗണ്ട് ഏതാണ്, അവസാനത്തെ സൗണ്ട് ഏതാണ്, ഇത്തരത്തിലുള്ള ക്യൂസ് അവർക്ക് കൊടുത്തു നോക്കുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക അവരുടെ റെസ്പോൺസിനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ബ്രെയിനിന് വേർഡ്സും ഒബ്ജക്ട്സും തമ്മിൽ റീകണക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ വി ആർ സ്ട്രെങ്തനിങ് ദ പാത്വേ ബിറ്റ്വീൻ തിങ്കിങ് ആൻഡ് സ്പീക്കിംഗ്. ഇനി മറ്റൊന്നാണ് അവർക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് വെച്ചു കൊടുക്കുക എന്നുള്ളത്. നമുക്ക് അവർക്ക് വേണ്ടി പാടിക്കൊടുക്കാം, മ്യൂസിക് വെച്ചു കൊടുക്കാം, അവരോടും കൂടെ പാടാൻ വേണ്ടി പറയാം. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ മ്യൂസിക് യൂസസ് എ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. അതായത് സ്ട്രോക്ക് കഴിഞ്ഞവരിൽ അല്ലെങ്കിൽ അഫേസിയ ഉള്ളവരിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ ആയിരിക്കും ഡാമേജ്ഡ് ആയിട്ടുണ്ടാവുക. ഈ ഏരിയ ആണ് നമ്മുടെ ലാംഗ്വേജിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ആണ് മ്യൂസിക്, റിതം, മെലഡി ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ളത്. സോ വി യൂസ് മ്യൂസിക് ടു ഹെൽപ്പ് ദ ബ്രെയിൻ ടു ഫൈൻഡ് എ ന്യൂ വേ ടു സ്പീക്ക്. ഇനി അടുത്തതാണ് യെസ് ഓർ നോ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ ക്വസ്റ്റ്യൻസോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ അവരുടെ റെസ്പോൺസ് വരേണ്ട സമയത്ത് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി അവരുടെ ബേസിക് നീഡ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിൽ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇപ്പോൾ വേണോ വേണ്ടയോ എന്നുള്ള തരത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊന്നാണ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. ബേസിക് നീഡ്സ് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കേണ്ടതായിട്ട് വരുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്പീച്ച് മാത്രമല്ല, നമ്മുടെ തോട്ട്സും ഐഡിയാസും ഏതൊരു രീതിയിലും നമുക്ക് മറ്റുള്ളവരുമായിട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്പീച്ചിന് പകരം ഇപ്പോൾ എഴുതാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ എഴുതാം, വരയ്ക്കാം, ജസ്റ്റേഴ്സ് കാണിക്കാം. പിന്നെ ഇതിനായിട്ട് ആപ്പുകളുണ്ട്, ആപ്പ് യൂസ് ചെയ്യാം, പിക്ചേഴ്സ്, ഫ്ലാഷ് കാർഡ്സ് ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അവരുടെ ബേസിക് നീഡ്സ് ഒക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദിസ് കീപ്സ് ദം
സോഷ്യലി കണക്റ്റഡ് ആൻഡ് കോൺഫിഡൻറ്റ്. ഇനി മറ്റൊന്നാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. അപ്പം സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് കാണിച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇത് അവരുടെ തിങ്കിങ് പ്ലസ് വേർഡ് ഫൈൻഡിങ്ങിനെ ഇംപ്രൂവ് ചെയ്യും. ഓർക്കുക, ഓരോ തവണയും നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ ബ്രെയിനിൽ ഒരു ന്യൂ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ്. യു ആർ നോട്ട് ജസ്റ്റ് ഹെൽപ്പിംഗ് ദം ടു സ്പീക്ക്, യു ആർ ഹെൽപ്പിംഗ് ദം ടു റീകണക്ട് വിത്ത് ദ വേൾഡ്. ഓർക്കുക, വിക്ടറി ടേക്സ് ടൈം ബട്ട് എവറി സ്മോൾ സ്റ്റെപ്പ് ഇസ് എ വിക്ടറി. ശരിയായിട്ടുള്ള സപ്പോർട്ട്, നല്ല ക്ഷമ, അതുപോലെ തന്നെ റൈറ്റ് ടെക്നിക്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രസ് പോസിബിൾ ആണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഹെൽപ്പ് ആവുന്ന ആളുകളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഡ്രോപ്പ് യുവർ ക്വസ്റ്റ്യൻസ് ഇൻ ദ കമൻറ്റ്സ്. ഐ വുഡ് ലവ് ടു ഹെൽപ്പ്. താങ്ക് യു.